ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ രീതിയിലുള്ള രസമാണ്. ആവശ്യമായ ചേരുവകൾ 2 തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, അതോടൊപ്പം തന്നെ 2 പച്ചമുളക് കൂടെ. പിന്നെ നമുക്കിതിൽ അത്യാവശ്യമായ വാളംപുളി സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് മാറ്റി വെക്കുക. ഗ്യാസ് ഓണാക്കുക, പാൻ വെക്കുക. പാൻ ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കും. നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ പൊട്ടുന്ന സമയത്ത് നമ്മൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പില ഒന്ന് വഴന്ന് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതോടൊപ്പം അതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതൂടെ ചേർക്കുന്നു. അതോടൊപ്പം തന്നെ കായം കൂടി ചേർക്കുന്നു. കായം കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. നന്നായി യോജിപ്പിച്ച് അതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, അടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നത്. അതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നു. എരി അല്പം കൂടെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടെ ചേർക്കുക. അതിലേക്ക് നമ്മൾ ചെറിയൊരു സ്പൂണ് മുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അടി കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിലേക്ക് നമ്മൾ അല്പം ചെറുജീരകം കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തക്കാളിയൊക്കെ മെൽറ്റായി വരുന്നുണ്ട്. അല്പം കൂടെ മെൽറ്റാവാനുണ്ട്. അതിലേക്ക് നമ്മൾ അല്പം ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നു. ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് നന്നായി ഇളക്കി അത് നന്നായി തിളച്ച് പറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കും ഈ രസം ഉപയോഗിച്ച് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ചേരുവ പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത പുളിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നു. ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിക്കുമ്പോൾ അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്ന് നോക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ അല്പം കൂടെ ചേർക്കുക. അതോടൊപ്പം തന്നെ കായം, രസത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ചേരുവയാണ് കായം അല്പം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന രസത്തിന് കായത്തിൻ്റെ ഒരു കുറവ് തോന്നുന്നു. അപ്പോൾ ഞാൻ അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഓപ്ഷനിലാണ്. വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ ചേർക്കണമെന്നില്ല. മല്ലിയില ചേർത്ത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ നാടൻ രീതിയിലുള്ള രസം റെഡി.